وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار موصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار موصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وعملوا الصالحات ثم كان من الذين آمنوا وعملوا ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة
أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليه نار مؤصدة. بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب آياتنا هم أصحاب المشأمة عليهم نار مؤصدة. പിന്നെ മകാന മിനല്ലദീന ആമനു വതവാസൗ എന്ന് തന്നെ പറയണം. പിന്നെ ബിസ്സബരി വതവാസൗ ബിൽ മർഹമ. അപ്പോൾ ഓതേണ്ടത് സുമ്മകാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബരി വതവാസൗ ബിൽ മർഹമ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉലായിക അസ്ഹാബുൽ മൈമന. അവിടെ ഉലായിക്ക് എന്താ ചെയ്യേണ്ടത്? എത്ര നീട്ടണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. പിന്നെ വല്ലദീന കഫറു, അവിടെ വല്ലദീന കഫറു അവിടെ എന്ത് ചെയ്യണം? 2 ഖദറേ നീട്ടാവും. പിന്നെ ആ കഫറു കഴിഞ്ഞിട്ടുള്ള എന്തില്ല? ഉച്ചാരണം ഇല്ല. ബിആയാതിനാഹും അസ്ഹാബുൽ മഷ്അമ. പിന്നെ അലൈഹിം അവിടെ ഇൽഹാർ ചെയ്താൽ മതി. അലൈഹിം നാറുൻ, എന്ത് ചെയ്യണം? നാറുൻ അവിടെ മണിക്കണം. നാറും മുഅ്സദ, നാറും മുഅ്സദ. അതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓരോന്ന് പഠിച്ചാണ്. ബിസ്വബരി എന്നുള്ളിടത്ത് എന്തുണ്ടാവില്ല? ബാ കഴിഞ്ഞിട്ട് അലിഫിനും ലാമിനും ഉച്ചാരണം ഉണ്ടാവില്ല. ഓതേണ്ടത് ബിസ്വബിരി. പിന്നെ ബിൽ മർഹമ അവിടെ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണം ഉണ്ട്. പിന്നെ ഉലായിക്ക നീട്ടണം. അസ്ഹാബ് അംസ നിർബന്ധമായി ഉച്ചരിക്കണം, കത്തേൻ്റെ അംസയാണ്. പിന്നെ മൈമന, മഷ്അമ, മർഹമ പോലുള്ള പദങ്ങൾ നിർത്തുമ്പോൾ ഒരു വസ്തു താഴോട്ടിട്ട് വരുന്ന പ്രതിധ്വനി പോലെ നിർത്തണം. മർഹമ, മൈമന, മഷ്അമ അങ്ങനെ നിർത്തണം. പിന്നെ മുഅ്സദ അപ്പോൾ ഓതേണ്ടത് അലൈഹിം നാറും മുഅ്സദ. അവിടെ നാറുൻ കഴിഞ്ഞിട്ട് മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. തജ്വീദ് എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടോ? പുതിയത് ആർക്കെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞോളി. സുമ്മ. പിന്നെ സുമ്മക്കാന. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് മാത്രമല്ല, അതിന് ശേഷം, അതിന് പുറമെ എന്ന അർത്ഥം കൂടി സുമ്മക്കുണ്ട്. സുമ്മ അതിന് പുറമെ. ഏതിനു പുറമെ? നമ്മളെന്തൊക്കെ മുമ്പ് പറഞ്ഞത്? മലമ്പാത കയറാന്ന് പറഞ്ഞില്ലേ? മലമ്പാത കയറണമെങ്കിൽ എന്തൊക്കെ വേണം നമ്മൾ പറഞ്ഞത്? ഒന്ന് ഫക്കു റഖബ, അടിമമോചനം. പിന്നെ ഔ ഇത്ആമും ഫീ യൗമിൻ ദി മസ്ഖബ. പിന്നെ പട്ടിണിയുള്ള കാലഘട്ടത്ത് എന്ത് ചെയ്യുക? പട്ടിണിയുള്ള കാലഘട്ടത്ത് എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക. ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം വിഷയം മലമ്പാത കയറലാണ്. ആ മലമ്പാത കയറണമെങ്കിൽ ഈ സ്വഭാവമൊക്കെ ഉണ്ടാവണം എന്ന് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം അത് പോരാ. സുമ്മ സുമ്മ എന്ന് പറഞ്ഞാൽ അതിന് പുറമെ എന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ആ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം സുമ്മക്കാന അവൻ ആയിരിക്കുകയും വേണം. എന്താണ്? മിനല്ലദീന ഒരു കൂട്ടരിൽ, ആമനു അവർ വിശ്വസിച്ചു. അപ്പൊ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും വേണം എന്നാണ്. എന്നാലേ എന്താവുള്ളൂ? അഖബ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിപൂർണമാവുള്ളൂ എന്നാണ്. അപ്പോൾ ഇനി പറയുന്ന ആയത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖബ എന്താണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം പറയുന്ന ആയത്തുകളാണ് സുമ്മ പറഞ്ഞു തുടങ്ങണതൊക്കെ. അപ്പം
അത് മാത്രം പോരാ, ഇതും കൂടിയതിൽ ഉൾപ്പെടുമ്പോഴേ യഥാർത്ഥ മലമ്പാത കയറലാവൂ. എന്താ ഈ മലമ്പാത കയറാന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുകയാണ് മലമ്പാത കയറുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഫക്കുറക്കബ മാത്രം പോരാ, അടിമമോചനം മാത്രം പോരാ, പിന്നെ പട്ടിണിപ്പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അതോടൊപ്പം വിശ്വാസികളുടെ കൂട്ടത്തിലും വേണം എന്ന് പറഞ്ഞാൽ വിശ്വാസം വേണം. അപ്പോൾ മലമ്പാത കയറുക എന്ന് പറയുന്നത് അത് തെക്കി കയറൽ മാത്രമല്ല, മനുഷ്യൻ എന്ത് വേണം, വിശ്വാസിയും കൂടി ആവണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മിനല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. പിന്നെ പറഞ്ഞ എന്താ, വതവാസൗ. എന്താ ഈ തവാസൗ എന്ന് പറഞ്ഞാൽ? തവാസ എന്ന് പറയുന്നത് തവാസ, നിങ്ങൾ വസിയത്തൊക്കെ കേട്ടില്ലേ? അതാണ് അതിൻ്റെ പിന്നെ വേര്. വസ എന്ന് പറയും. വസ, ഔസ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഔസ, ഔസ, ഔസാനി ബിസ്സലാത്തി വസക്കാത്തി, വസ വസ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് തന്നെയാണ് തവാസ. തവാസ എന്ന് പറയുന്നത് ഉപദേശിക്കുക എന്ന സാധാരണ നിലക്കുള്ള ഉപദേശമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉപദേശമായിരിക്കണം വതവാസൗ എന്ന് പറയുമ്പോൾ. ഒരാൾ ഉപദേശിക്കാൻ മാത്രം നിന്നാൽ പോരാ, ആ ഉപദേശം കേൾക്കുന്ന ആൾ എന്ത് ചെയ്യണം, ഓനും ഉപദേശിക്കണം. അപ്പോഴേ തവാസ എന്ന് പറയുന്ന ആ അർത്ഥം പൂർത്തിയാകുള്ളൂ എന്നുള്ള. അറബിയിൽ പറയും തഫാഅല വദിന് എന്ന് പറയും. എന്താ ഈ തഫാഅല വദിനിൻ്റെ അർത്ഥം? അതിൽ ഒരു മുഷാറക്കത്ത് ഉണ്ടാവും. മുഷാറക്കത്ത് പറഞ്ഞാൽ രണ്ടാളും പരസ്പരം അതിൽ പങ്കാളിയാവണം. ഞാൻ ഇപ്പം നിങ്ങളോട് ഉപദേശിച്ചാൽ ഞാനും നിങ്ങളും അതിൽ പങ്കാളി, നിങ്ങൾ എന്നെയും ഉപദേശിക്കണം, ഞാൻ നിങ്ങളെയും ഉപദേശിക്കണം. അപ്പോഴേ തവാസൗ എന്ന് പറഞ്ഞ അർത്ഥം പൂർത്തിയാവുള്ളൂ. രണ്ട് അറ്റത്തു നിന്നും, ഞാൻ ഉപദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ രണ്ടറ്റത്തു നിന്നുള്ള സഹകരണം വേണം, അല്ലെങ്കിൽ തവാസ എന്ന് പറയില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ ഉപദേശിച്ച് നിങ്ങളിങ്ങനെ കേട്ടുപോയല്ല, നിങ്ങൾ തിരിച്ചും ഇങ്ങോട്ടും ഉപദേശിക്കണം. അതിനാണ് തവാസ. ഇപ്പോൾ ഉദാഹരണമായിട്ട് തക്കാത്തല എന്നറിയും, പരസ്പരം പോരാടുക. പരസ്പരം ഞാൻ ഇങ്ങനെ നിന്നപ്പം അതിന് പോരാടുക അറിയാം നിങ്ങൾ? ഇല്ല, ഞാൻ നിങ്ങളെയും ആക്രമിക്കണം, നിങ്ങൾ എന്നെയും ആക്രമിക്കുമ്പോഴേ തക്കാത്തല എന്ന വതിന് പൂർത്തിയാവും. അപ്പോൾ അതിലെന്തുണ്ട്, ഒരു പങ്കാളിത്തമുണ്ട്, അതേപോലെ ഒരാൾ മറ്റൊരാളെ ഓർമ്മിക്കലുണ്ട്, അതേപോലെ ഒരുമിച്ചുള്ള പ്രോത്സാഹനമാണ് അതിലുള്ളത്. ഒരാൾ മാത്രമല്ല, ഒരുമിച്ചുള്ള ഒരു പ്രോത്സാഹനവും അതിലുണ്ട്, ഒരു സഹകരണവും അതിലുണ്ട് എന്നതാണ് അതിൽ നമ്മെ പഠിത്തം. അപ്പോൾ തവാസൗ. പിന്നെ പറയുന്നത് ബിസ്സബിരി. അപ്പോൾ തവാസൗ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസി സമൂഹം മുഴുവൻ പങ്കെടുക്കുന്ന ഒരു സംഗതിയാണ് ഈ തവാസ എന്ന് പറയുന്നത്. ഏതെങ്കിലും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരാളെ നിന്ന് പിന്തി നിൽക്കാൻ പാടില്ല. എല്ലാ വിശ്വാസികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദേശിക്കണം എന്നതാണ്. അതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അല്ലാഹു തആല തവാസാ ബിസ്സബ്ർ എന്നാണോ പറഞ്ഞത്? അല്ല, ഒരു വ്യക്തിയോടല്ല പറഞ്ഞത്. തവാസൗ, എല്ലാവരും, സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ഉപദേശിക്കണം. ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപദേശിക്കണം. അപ്പോഴേ ആ അർത്ഥം പൂർണ്ണമാവുള്ളൂ. എന്താ ഈ സബർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ക്ഷമ. എന്താ ഈ ക്ഷമ എന്ന് പറയുന്ന ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? സബറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഒന്ന് ഹബസ എന്നാ. എന്താ ഈ ഹബസ? ഹബസ എന്ന് പറഞ്ഞാൽ കെട്ടിടുക, പിടിച്ചു വെക്കുക. രണ്ടാമത്തെ അർത്ഥം മന എന്നാണ്. എന്താ ഈ മന? ഭാഷയിൽ കേട്ടോ, മന, തടഞ്ഞു വെക്കുക അല്ലേ? പിന്നെ അതിനെ നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. നിയന്ത്രിക്കുക, തടഞ്ഞു വെക്കുക, പിടിച്ചു വെക്കുക എന്നൊക്കെയാണ് ഭാഷയിൽ സബർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പം എന്താ വിഷയം? അല്ലാഹു തആല എന്തുകൊണ്ടാവ തവാസൗ ബിസ്സബർ, ക്ഷമ കൊണ്ട് നിങ്ങൾ, സബർ കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം എന്ന് പറഞ്ഞെടുത്ത് അതിലുള്ള യുക്തി എന്താ? ഒരു പോരാളി, ഒരു കുതിരപ്പടയാളി, ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ ആ കുതിര മോട്ട് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ, രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ആ സഞ്ചാരി എന്താ ചെയ്യുക?
അതിൻ്റെ മൂക്കയറ് പിടിച്ചിട്ട് അവിടെ വെക്കും അല്ലേ? അതിൻ്റെ കച്ച എന്നറിയും, അതിൻ്റെ കച്ച അവിടെ പിടിച്ചേക്കും, എന്നിട്ട് അതിനെ നിയന്ത്രിക്കും. അല്ലെങ്കിൽ എന്താ, അത് വേണ്ടാത്ത സ്ഥലത്തേക്കൊക്കെ ഓടിപ്പോവും. ഇതേപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് മൂക്കയറും കച്ചകളും പിടിക്കേണ്ട രംഗങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ദേഹേച്ഛ. ഒരു കാര്യം നന്മ ചെയ്യാൻ അവൻ്റെ ദേഹേച്ഛ അവനെ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ആ നന്മയിൽ നിന്ന് അവനെ ഓടിയകറ്റും. ഈ കുതിര ഓടുന്നത് പോലെ എന്തു ചെയ്യും, ആ നന്മ ചെയ്യുന്നതിൽ മനുഷ്യന് അവൻ്റെ ദേഹേച്ഛ തന്നെ അകറ്റിക്കളയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവും. ദേഹേച്ഛ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ അവനെ ആ നന്മയിൽ നിന്ന് പിന്തിരിയും. അപ്പം ആ നന്മയിൽ നിന്ന് പിന്തിരിയുമ്പോൾ പ്രധാനമായിട്ട് നമസ്കാരം എടുക്കുക. നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കണമെങ്കിൽ എന്തു വേണം? അപാര ക്ഷമ വേണം. വേണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപാരമായ ക്ഷമ വേണം. പ്രത്യേകിച്ചും സുബഹി നമസ്കാരം ആ സമയത്ത് എണീക്കണമെങ്കിൽ മനസ്സ് സമ്മതിക്കൂല, നമ്മളെ ഇച്ഛകൾ സമ്മതിക്കൂല, നമ്മളെ ഷഹ്വാത്ത് സമ്മതിക്കൂല. അപ്പം അവിടെ മൂക്കാറ് പിടിക്കണം, ആ കച്ച പിടിക്കണം അല്ലേ? ഇല്ല, ഞാൻ നമസ്കരിക്കാൻ പോവും എന്ന് എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് ആ നമസ്കാരത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവിടെ ക്ഷമ എന്ന് പറയുന്നത്. ഇനി തെറ്റായൊരു കാര്യം കാണുമ്പോൾ, തെറ്റായൊരു കാര്യം, ഹറാമായൊരു കാര്യം കാണുമ്പോൾ ആ തെറ്റായ കാര്യത്തിലേക്ക് പോവാതെ ആ തെറ്റായ കാര്യത്തിലേക്ക് എൻ്റെ മനസ്സിങ്ങനെ ഇച്ഛിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ്റെ കണ്ണ് വേണ്ടാത്തോടത്ത് ഇങ്ങനെ പോവും. അപ്പം ആ കണ്ണിനെ നിയന്ത്രിക്കണമെങ്കിലും വേണം ആ തെറ്റായ കാര്യത്തിലേക്ക് പോവാതെ കണ്ണിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാനും വേണം എന്ത്, പിന്നെ ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കാനും, അതാണ് ഹബസ മന എന്ന ഭാഷയിൽ പറയുന്നത് അല്ലേ? ഒരു സംഗതി പിടിച്ചു വെക്കുക. ഒരു കുതിര സഞ്ചാരി ആ കുതിര പിന്നെ കുതഞ്ഞോടുമ്പോൾ അല്ലെങ്കിൽ കുതിരയോടുമ്പോൾ അതിനെ അവിടെ യഥാർത്ഥ രൂപത്തിൽ ആ കച്ച പിടിച്ച് സിമാമ് പിടിച്ചുകൊണ്ട് പിടിച്ചു വെക്കണതിനാണ് എന്ത് പറയുന്നത്? സ്വബറ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി, നിങ്ങൾ വത്തവാസവ് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? ബിസ് സബർ. എന്താപ്പം ക്ഷമ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ബാ? വളരെ ഗഹനമായ അർത്ഥമുള്ള ഒരു പദമാണ് ബാ. എന്തിനാ അള്ളാഹു തആല അവിടെ ബാ കൊണ്ടുവന്നത്? ക്ഷമ ഉപദേശിച്ചാൽ പോരാ, ക്ഷമന്റെ കൂടങ്ങൾ ഉണ്ടാവണം, ഒട്ടിയിട്ടുണ്ടാവണം എന്നാ. ക്ഷമ അങ്ങ് അകലും ഞാനിവിടെ ആയാൽ നമുക്ക് ക്ഷമ ഉപദേശിച്ചെന്ന് പറയാൻ പറ്റില്ല. ക്ഷമന്റെ കൂടെ നമ്മൾ ഇരിക്കണം എന്നാ. ഇൽസാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഇൽത്തിസാക്ക് എന്ന് പറയും. ആ ക്ഷമന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ക്ഷമയെ നമ്മൾ മൃഗപ്പിടിക്കണം എന്നതാണ് ബാഇൻ്റെ അർത്ഥം. ഒപ്പമിരിക്കുക അല്ലെങ്കിൽ കൂടെ ഇരിക്കുക അല്ലേ? ഇപ്പോൾ ഒരു രോഗിയായ ആളെ എങ്ങനെയാണ് നിങ്ങൾ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ അല്ലേ? എന്തിനാ ബാഗ് അവിടെ കൊണ്ടുവന്നത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇഹ്സാനം ബിൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അഹ്സിനു വാലിദൈൻ എന്ന് പറഞ്ഞാൽ മതി. ആ ബാഗ് എന്തിനാ കൊണ്ടുവന്നത്? ആ മാതാപിതാക്കളെ പിന്നെ ഒരുമിച്ച് കൂട്ടി കൂടെ ഇരുന്ന് കൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യണം. അതാണ് ബി എന്ന വാക്കിനർത്ഥം അല്ലേ? ഇൽത്തിസാക്ക്, അവരെ ഒട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട്, അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അവരെ മൃഗപ്പിടിച്ചുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങൾ പെരുമാറണം എന്ന ആശയം കാണിക്കാനാണ് അല്ലാഹു തആല ആ ബാഗ് കൊണ്ട് വെറുതെ ഒരു പിന്നെ ഫോർമാലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നല്ല ബാഗ്. മറിച്ച് എന്താണ്? ആ ക്ഷമ എല്ലാ സമയത്തും നിങ്ങളെ കൂടെ ഉണ്ടാവണം, ആ ക്ഷമനെ നിങ്ങൾ മൃഗപ്പിടിക്കണം എന്നതാണ് ബിസ് സബർ എന്ന ബാഗ് കൊണ്ടുവന്നതിലുള്ള അർത്ഥം. അപ്പം ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വൽ അസ്ർ ഓതും, അവിടെയല്ലേ പറയുന്നത്? വൽ അസ്ർ ഒന്ന് ഓതിക്കണി, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. പിന്നെ പറയുന്നത് എന്താ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ. അവിടെ കണ്ടില്ലേ? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, അങ്ങനെയല്ലേ? അപ്പോൾ എന്തിനാ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞത്? വതവാസൗ, സത്യം നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. ചിലപ്പോൾ ചില ആളുകൾ സത്യം മനസ്സിലായിട്ടുണ്ടാവും, സത്യമൊക്കെയാണ്, പക്ഷേ എന്തുണ്ടാവില്ല, ആ സത്യത്തിൽ നിന്ന് ക്ഷമ ഇല്ലെങ്കിൽ, സഹിക്കാൻ കഴിയണില്ലെങ്കിൽ ആ സത്യത്തിൽ നിന്ന് അയാൾ കുറേ അകന്നു പോകും, യാഥാർത്ഥ്യത്തിൽ നിന്ന്
അകന്നു പോകും എന്നുള്ളതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഹക്ക് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ക്ഷമ എന്നോട് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ കാരണം ഒരാൾക്ക് ഹക്ക് മനസ്സിലായിട്ട് മാത്രം കാര്യമില്ല, ഹക്ക് ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് എന്ത് വേണം, ആ ഹക്കിനോടൊപ്പം നിങ്ങളിപ്പോൾ ദീന് അതൊരു ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. ആ ദീനിനോടൊപ്പം നിങ്ങൾ നിൽക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ക്ഷമ വേണം, അല്ലെങ്കിൽ കഴിയൂല എന്നുള്ളതാ അല്ലേ. ഏത് രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം സത്യം അറിഞ്ഞാലും സഹനല്ലെങ്കിൽ എന്താവും, അത് തകരും. ക്ഷമല്ലെങ്കിൽ തകരും. അപ്പൊ ക്ഷമയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ആ ജീവിതം തകരാതെ, ഇപ്പൊ ഉദാഹരണമായിട്ട് അതിശക്തമായ കഠിനമായ പരീക്ഷണം കൊണ്ട് കിട്ടും പരീക്ഷയ്ക്ക് അല്ലാഹു തആല. കുടുംബത്തിലായിക്കോട്ടെ അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ശക്തമായ പരീക്ഷണം ഒരിക്കലും നമ്മളെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇത് പരീക്ഷണമാണെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാൽ പിടിച്ചിക്കണമെങ്കിൽ എന്തു വേണം, അപാരമായ സഹനശക്തി, ക്ഷമ വേണം അല്ലേ. കുടുംബ പ്രശ്നങ്ങളാവട്ടെ, സാമൂഹിക പ്രശ്നങ്ങളാവട്ടെ, ഏത് കാര്യത്തിലാവട്ടെ, ജോലി കാര്യങ്ങളിലാവട്ടെ, ആ സത്യം മനസ്സിലായാലും ആ സത്യത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം, ക്ഷമ വേണം. അതുകൊണ്ടാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്നുള്ള ആ ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരാനുള്ള കാരണം. ഇനി നോക്കി നിങ്ങൾ, എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു ഓരോന്നും പിന്നെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ കാലം തന്നെ സത്യം, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഈ പറയുന്ന 4 വിഭാഗം ആളുകൾ ഒഴികെ. ഒന്നാരാണ്, വിശ്വാസിയാവണം, അമലുസ്സാലിയാത്ത് ഉണ്ടാവണം, ഹക്ക് കൊണ്ട് ഉപദേശിക്കണം, അതേപോലെ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. ഈ 4 കാര്യം ഓരോ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും. ആ പിന്നെ വിശ്വാസം, സൽക്കർമ്മം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓരോന്നും ഇല്ലെങ്കിൽ എന്താ, ഇതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വാഹനത്തിന് എന്താ വേണ്ടത്, ഇന്ധനം വേണം അല്ലേ. ആ ഇന്ധനമാണ് യഥാർത്ഥത്തിൽ സബർ എന്ന് പറയുന്നത്. നമ്മൾ അക്കബയാണല്ലോ ഇപ്പം നമ്മളെ വിഷയം അല്ലേ. മലമ്പാത കയറുന്നത് പോലെയാണ് ദുനിയാവിൽ നമ്മുടെ ജീവിതം അല്ലേ. ദീനിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ കാലത്തൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദീന് പിടിച്ചു നിൽക്കുക ഏറ്റവും വലിയ മലമ്പാത കയറലാണ്. അങ്ങനെ മലമ്പാത കയറുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനം വേണം. ആ ഇന്ധനമാണ് യഥാർത്ഥത്തിൽ ഏത്, ക്ഷമ എന്ന് പറയുന്നത് എന്നുള്ളതാ. ഇന്ധനം അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. നമ്മളെത്ര സത്യം മനസ്സിലാക്കിയിട്ടും, എത്ര വലിയ ബുദ്ധിജീവിയായിട്ടും, എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും ഒന്നും കാര്യമല്ല. ക്ഷമ ഇല്ലെങ്കിൽ, സബറില്ലെങ്കിൽ, സഹിക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്താവും, നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടും. അപ്പം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയപ്പെടും അല്ലേ, പരാജയത്തിലാണ്. ആരൊഴികെ, വിശ്വാസം വേണം പോരാ, അമലുസ്സാലിയാത്ത് വേണം പോരാ, ഹക്ക് നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം അതും പോരാ, അതിൻ്റെയൊക്കെ പുറമെ എന്ത് വേണം, ക്ഷമ എന്ന് പറയുന്ന ആയുധം കൂടി വേണം, ആ ഇന്ധനവും കൂടി വേണം എന്നുള്ളതാ. ആലോചിക്കുങ്ങൾ, കടുത്ത ചൂടിൽ യാത്ര ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ചില ആളുകൾ ക്ഷീണിക്കും അല്ലേ. എല്ലാവരും ഒരേപോലെ ആരോഗ്യം ഉണ്ടാവോ? ഇല്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിക്കുമ്പം കൂട്ടത്തിലുള്ള ആരും ഒന്നും മിണ്ടണില്ലെങ്കിൽ എന്താ, ആ ക്ഷീണിച്ച ആളോട് പറയണം, ഇല്ല ഇനി കുറച്ചുകൂടി ഉള്ളൂ, 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പറഞ്ഞു എന്തുണ്ടാവും, ആശ്വാസം ഉണ്ടാവും അല്ലേ. ഒരാൾ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസം ഉണ്ടാവും, 10 മിനിറ്റ് കൊണ്ട് എത്തും അല്ലേ. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ഇസ്തിറാഹുണ്ട്, വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ നമുക്ക് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം എന്നൊക്കെ മതി. അടുത്ത സീറ്റിലുള്ള ആൾ പറയുമ്പോൾ എന്തുണ്ടാവും, ഒരു ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിലോ ആ വാക്ക് പോലും, ഒരു ഉപദേശം പോലും കിട്ടിയിട്ടില്ല, വെള്ളം പോട്ടെ, ഉപദേശം പോലും കിട്ടിയിട്ടില്ല, എന്താവും, അയാളുടെ മനസ്സ് തകരും. അതാണ് വതവാസൗ ബിസ്സബ്ർ, സഹിച്ചു നിൽക്ക്, ക്ഷമിച്ചു നിൽക്ക്, കുറച്ചങ്ങോട്ട് എത്തിയാൽ ആശ്വാസമുണ്ടാവും എന്ന ആ ഉപദേശം ഏത് യാത്രയിലും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറയാം. ഇനി അതല്ല, വതവാസൗ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റക്കാ ജീവിക്കണേ അല്ല, എത്രയോ എന്നെപ്പോലുള്ള ഒരുപാട് മില്യൺ ആളുകളിവിടെ ഉണ്ട് അല്ലേ. ഒക്കെ കൂട്ടായിട്ടാണ് ജീവിക്കുന്നത്, സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. അവിടെ അള്ളാഹു വതവാസൗ
എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കാൻ പറയുന്നത്? ഒറ്റക്കാണ് ജീവിച്ചാൽ പിന്നെ തകരാൻ പരാജയപ്പെടാൻ ഏറ്റവും നല്ല ഒരു കല്ലാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു കല്ലാണെങ്കിൽ മഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാലവിപത്തൊക്കെ വന്ന് ആ കല്ല് വേഗം തകരും. എന്നാൽ കുറേ കല്ലുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ ബിൽഡിങ് നിൽക്കണ എന്താ? ഒരു കല്ലുള്ളൂ ഇപ്പം അതിൻ്റെ ചുമരിന് ഇല്ല, ഒന്നൊന്നിനോട് ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ച് ഇങ്ങനെ നിൽക്കണം ആണല്ലേ? ഒന്നൊന്നിനിങ്ങനെ ഫലം നൽകുന്നുണ്ട്. ഇതേപോലെയാണ് സമൂഹം. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ വത്തവാസവും. ഒരാൾ മറ്റൊരാൾക്ക് ഉപദേശം നൽകണം, അയാൾ ഇയാൾക്കും മറ്റേയാൾക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉപദേശങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്യണം. എങ്കിലേ ഒരു ബിൽഡിങ് പോലെ, ഈ ബിൽഡിങ്ങിനെ കല്ലുകൾ താങ്ങി നിൽക്കുന്നത് പോലെ മനുഷ്യൻ എന്ന് പറയുന്ന ആ സമൂഹത്തെ, ആ വർഗത്തെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്തുന്നത് അവന് വത്തവാസവും പരസ്പരം ഉപദേശമാണ്. അപ്പൊ സമൂഹത്തിലെ എല്ലാ മെമ്പർമാരും, ബാപ്പ കുട്ടികളോടും, കുട്ടികൾ പിതാവിനോടും, ഭർത്താവ് ഭാര്യയോടും, ഭാര്യയോടും പിന്നെ ഓടും, അതേപോലെ കുടുംബത്തിലെ അംഗങ്ങളോടും ഒക്കെ വത്തവാസവും വേണം എന്നുള്ളത്. അങ്ങനെ ആവുമ്പോഴേ ആ കുടുംബത്തിൽ അന്തരീക്ഷം ഉണ്ടാവുള്ളൂ. ഒരാൾ ഇങ്ങനെ പറയാ, മറ്റവരൊക്കെ കേട്ടോളാ, ഇങ്ങോട്ടൊന്നും പറയാതിരിക്കുക, അല്ല, അവിടെ എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. മറിച്ച് മക്കൾ പറയണേ കേൾക്കണം അല്ലേ, ബാപ്പ പറയണേ കേൾക്കണം അല്ലേ, അതിനെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ എന്തുണ്ടാവുള്ളൂ? സമാധാന ജീവിതം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറയണത്? വത്തവാസൗ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ വിശ്വാസി സമൂഹം ഒരു ബിൽഡിങ്ങിന്റെ കല്ല് പോലെ എന്ന് പറയാനുള്ള കാരണം അതാ. ഇനി പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് ഈ വത്തവാസവും കാണാൻ പറ്റും. എന്താ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിവരിക്കുന്നുണ്ടല്ലോ. ഒന്ന് മാത്രമാണോ? അല്ല. ആ ഫിർഔനിന്റെ ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ശക്തമായി വന്നപ്പോൾ ആ പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേൽക്കാരോട് എന്താ പറയുന്നത്? ശക്തമായ പീഡനവും മർദ്ദനവും ഒക്കെ ആ ഫിർഔനിന്റെ പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയപ്പോൾ, ബനു ഇസ്രായേൽക്കാർക്ക് കിട്ടിയപ്പോൾ മൂസാ നബി അവരെ ആശ്വസിപ്പിക്കണം. എങ്ങനെ? ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടാം. എന്നിട്ട് അത് പറഞ്ഞ് നിർത്തിയില്ല മൂസാ നബി. വസ്ബിറു, നിങ്ങൾ സഹിക്കുക, നിങ്ങൾ ക്ഷമിക്കുക എന്നും മൂസാ നബി പറയുന്നുണ്ട്. അപ്പം അള്ളാഹിനോട് ഇങ്ങനെ സഹായം തേടിയാൽ മാത്രം പോരാ, ആ തേടുന്നതോടൊപ്പം സഹിച്ചു നിൽക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ക്ഷമ ആവശ്യമുള്ള ഇതുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ നേതാവ് മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ആ യഥാർത്ഥ നേതാവ് യഥാർത്ഥത്തിൽ ഒരു പീഡനവും മർദ്ദനവും ശത്രുക്കളിൽ നിന്നുള്ള പീഡനമൊക്കെ ഏൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിരാശ കൊടുക്കുകയല്ല വേണ്ടത്. മറിച്ച് നേതാവ് എന്താ വേണ്ടത്? നായകന്മാരെന്താ ചെയ്യേണ്ടത്? പിന്നെ സമൂഹത്തിന്, പ്രജകൾക്ക് എന്ത് ചെയ്യാണ്? സമാധാനം കൊടുക്കണം. അവിടെ തകർത്തിട്ടുണ്ടാവും ഇല്ലേ, എന്തെങ്കിലുമൊക്കെ വന്ന് വീണിട്ട്, ആ പേര് ഞാൻ പറയില്ല, അവിടെ തകർന്നിട്ടുണ്ടാവും. എന്നാലും ആ രാജ്യത്തിൻ്റെ നേതാവ് എന്ത് പറയില്ല? അവിടെ തകർന്നു എന്ന് പറയില്ല. മറിച്ച് ഒക്കെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക എന്നാണ് പ്രജകളോട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയാം. ഏത് രാജ്യത്തെടുത്ത് നോക്കും നിങ്ങൾ? ഈ യുദ്ധ രംഗത്തൊക്കെ നിങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും നേതാക്കൾ ആരെങ്കിലും എന്തെങ്കിലും മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുന്ന, അവരുടെ നിർഭയത്വത്തിന് ഭംഗം വരുന്ന ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അവിടെ പോലീസ് നിയമപാലകർ ആ പറഞ്ഞവനെ പിടിച്ചുകൊണ്ടു. സംഗതി നടന്നിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് അപ്പം ഞാൻ ആ നടന്ന സംഭവം ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കി നിങ്ങളെ വിടുമ്പം എന്നെ കൊണ്ടുപോകണം? എന്തിനാ? ആ നാട്ടിൽ അസമാധാനം ഉണ്ടാവും അല്ലേ, നിർഭയത്വത്തിന് ഭംഗം വരും. അത് വരാൻ പാടില്ല. സംഗതി നടക്കാനിട്ടല്ല, സംഗതി നടന്നേ, പക്ഷേ ആ നിർഭയത്വത്തിന് ഭംഗം വരുന്ന ഒന്നുണ്ടായാൽ നിയമപാലകർ പിടിച്ചു. അതാണ് നിയമപാലകരുടെ ബാധ്യത എന്ന് പറയുന്നത്. ആലോചിക്കൂ. അപ്പൊ അതാ വതവാസൗ ബിസ്സബിർ, ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്ന രൂപത്തിലാണ് ഒരു നേതാവ്, ഒരു സേനാനായകൻ, ആ രാജ്യത്തിന്റെ ഭരണകർത്താവ് ജനങ്ങളോട് കൽപ്പിക്കേണ്ടത് എന്നത് ഏതിലുണ്ട്? വതവാസൗ ബിസ്സബിർ എന്നൊക്കെ കാണാൻ പറ്റും. അയ്യൂബ് നബി അലൈഹിസ്സലാം ആലോചിച്ച് നോക്കുങ്ങളെ, എത്ര ജീവിതത്തിൽ ഇത്ര മാത്രം ശാരീരികമായിട്ട് പിന്നെ രോഗം കൊണ്ട് പീഡനം അനുഭവിച്ച മറ്റൊരു പ്രവാചകൻ ഉണ്ടാവില്ല അല്ലേ? സമ്പത്ത് നഷ്ടപ്പെട്ടു, ശരീരം നഷ്ടപ്പെട്ടു, അതേപോലെ കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും അള്ളാഹ്ക്കെതിരിൽ എന്തെങ്കിലും ഒരു ഇത് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞോ? ഇല്ല, സഹിച്ച് ക്ഷമിച്ച് നിന്നു. ആ സഹിച്ച
ശ്രമിച്ചു നിന്നതിൻ്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പകരം, നഷ്ടപ്പെട്ടതിനൊക്കെ പകരം ഇരട്ടിയായി അല്ലാഹു തആല നൽകിയത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പം സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ ഒരു പക്ഷെ ദുനിയാവിൽ നമുക്ക് കിട്ടിയില്ലെങ്കിലും പരലോകത്ത് എന്തുണ്ടാവും? അവിടെ നമ്മളെ കൂലി നഷ്ടപ്പെടില്ല. ഇവിടെ നമ്മൾ സഹിക്കാതെ ക്ഷമിക്കാതെ നിന്നാൽ ഇവിടെയും നഷ്ടം, അവിടെയും നഷ്ടം. അതാണ് ക്ഷമയുടെ ഒരു പുണ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എത്രമാത്രം ക്ഷമിക്കണോ, അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കണോ, അതിനനുസരിച്ച് പ്രതിഫലം നാളെ അല്ലാഹു തആലാന്റെ അടുക്കൽ നമുക്ക് വരും. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം എന്ന അറബിയിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒറ്റക്കായാൽ ഇതാണ് ഇപ്പം നമുക്ക് പഠിക്കേണ്ട പാഠം. ഒരു വതവാസൗ എന്ന് ഒരു വ്യക്തിയോടല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് സമൂഹത്തിലെ എല്ലാവരോടുമാണ്. ആ പ്ലൂരലാണ്, ബഹുവചനമാണ് അള്ളാഹു ഉപയോഗിച്ചത്. അതിലുള്ള യുക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റക്കാവുമ്പോൾ അവൻ ദുർബലനാവും. എന്നാൽ ആ വ്യക്തി അപ്പയോട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുമ്പോൾ ഓനൊരു ശക്തി കിട്ടും മനസ്സിന്. ആ ശക്തിയാണ് വതവാസൗ ബിസ്സബർ എന്നതിലൂടെ മനുഷ്യന് ലഭിക്കേണ്ടത്. അപ്പം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് നൽകേണ്ടത് അവൻ്റെ മനസ്സിന് ശക്തിയേകുന്ന പദപ്രയോഗങ്ങളായിരിക്കണം എന്ന് അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കൂട്ടത്തിലെ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ചിട്ട് ഒരാൾ കരയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മളും കൂട്ടത്തിൽ കരയല്ല വേണ്ടത്, മറിച്ച് അവനെ തലോടി ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലേ? അതാണ് സബർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു യതീമായ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലെ പട്ടിണി കൊണ്ട് അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് അവൻ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ യതീമിനെ ആശ്വസിപ്പിക്കുകയാണ്, അവന് ഭക്ഷണം നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് വതവാസൗ എന്ന് പറഞ്ഞതിലുള്ള അർത്ഥം. ഇനി രണ്ടാമത്തെ പദം നോക്കി നിങ്ങൾ. രണ്ടാമത്തേത് എന്താ പറയുന്നത്? വതവാസൗ ബിസ്സബരി. പിന്നെന്താ പറയുന്നത്? വതവാസൗ. വീണ്ടും അല്ലാഹ് തന്നെ ആവർത്തിക്കാണ്, അല്ലേ? നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. എങ്ങനെ? ബിൽ മർഹമ, കാരുണ്യം കൊണ്ട്, കരുണ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം എന്ന്. അവിടെ ഞാൻ പറഞ്ഞ ഈ തഫാഅല ബാബാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റഹ്മത്ത് കാണിക്കണം എന്നുള്ളതാ. പിന്നെ പരസ്പരം ഉണ്ടാവണം ഈ കാരുണ്യം എന്നുള്ളതാ. ഒരാൾ ആ കാരുണ്യത്തെപ്പറ്റി മറ്റൊരാളെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാ. പിന്നെ ഈ ഗുണം സമൂഹത്തിലെ എല്ലാവരിലും ഒരുമിച്ചുണ്ടാവണം എന്നുള്ള. പിന്നെ ഒരു ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ മാത്രം ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല, മറിച്ച് എല്ലാവരുടെ പക്കലും ഇത് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ചിലപ്പം പണ്ട് കാലത്ത് കത്തിക്കണ ചൂട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഴുകുതിരി നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? ചൂട്ടറിയാം. പണ്ട് വെളിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം ചൂട്ടും കത്തിച്ച് ഇങ്ങനെ പോകുമ്പോൾ റസാഖാക്കൊക്കെ ശരിക്കും അറിയാം, എനിക്കും അറിയാം, അല്ലേ? ചൂട്ടും കത്തിച്ച് പോകുമ്പം ഇയാളിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അയാളെന്താ ചെയ്യുക? അയാളെ ചൂട്ട് എൻ്റെ ചൂട്ടും വന്ന് കത്തിക്കും, അല്ലേ? അയാളൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചൗക്കത്തരിന്ന് കത്തിക്കും, ഇയാൾ അയിമന്ന് കത്തിക്കും. ഇങ്ങനെ ഒരാൾക്ക് നൽകി മറ്റൊരാൾക്ക് നൽകി എല്ലാവർക്കും വെളിച്ചായിരിക്കും, അല്ലേ? ഇതാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു കരുണ നിങ്ങളോട് ചെയ്യുമ്പോൾ ആ കരുണ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ആ കരുണ ഇയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഇയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ എല്ലാവരിലും ആ കാരുണ്യം പരന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വതവാസൗ ബിൽ മർഹമ. ഒരാളിൽ മാത്രം കരുണ ചെയ്യാൻ പറഞ്ഞാൽ പോരാ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അല്ലേ? തെരഞ്ഞെടുപ്പ് ഒരു 10 ആളെ വോട്ട് കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചു കൂട്ടുക, അല്ലേ? ഇവരൊന്നും എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് കൂട്ടുക. ഒരു നേതാവിനുണ്ടാവേണ്ട ഗുണം എന്താ? നിങ്ങൾക്ക് മാത്രം കരുണ ചെയ്യുക അല്ല, ചെയ്തോനും ചെയ്യാത്തോനും ഒക്കെ എന്ത് ചെയ്യണം? കരുണ ചെയ്യണം, അല്ലേ? ഓൻ വോട്ട് എന്നോ അല്ലേ എന്നുള്ളതല്ല. നേതാവായി കഴിഞ്ഞാൽ, ഭാരവാഹിയായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, പ്രജകൾക്ക് കരുണ ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ? വിശ്വാസിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് അല്ലാഹു തആല വതവാസൗ ബിസ്സബർ. ഓൻ ഏത് പാർട്ടിയാണെന്നോ ഏതാണെന്നൊന്നും അവിടെ നോക്കാൻ പാടില്ല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഈ മർഹമത്ത് കാണാൻ പറ്റും, അല്ലേ? ഒരു കുട്ടി ഇങ്ങനെ
എന്താണ് അബു ഉമൈർ എന്നാണ് ആ കുട്ടിയുടെ പേര്. അത് ഒരു പക്ഷിയായിട്ട് ഇങ്ങനെ കളിക്കുക. അങ്ങനെ ആ പക്ഷി ഒരു ദിവസം മരിച്ചുപോയി, ചത്തുപോയി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കരയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. നുഗൈർ എന്നാണ് പക്ഷിന്റെ പേര് അല്ലേ? എന്താ എൻ്റെ പക്ഷിയുടെ അവസ്ഥ, ആ പക്ഷിക്കുട്ടിന്റെ അവസ്ഥ എന്താണ് എന്ന് ആ ചെറിയ പിഞ്ചു കുഞ്ഞിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു നേതാവായ മനുഷ്യൻ, ഒരു സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ നായകനായ മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പോലും, ആ പക്ഷിയായിട്ട് കളിക്കുന്ന കുട്ടി, ആ പക്ഷി നഷ്ടപ്പെട്ടപ്പോൾ അതിനെ ആശ്വസിപ്പിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നില്ല. ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട സ്വഭാവം അല്ലേ? നമ്മളെ പല നേതാക്കൾക്കൊക്കെ ഒന്നത് കാണാം. നാട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെ കറങ്ങി വെക്കേണ്ടി. ചില നേതാക്കളൊക്കെ പിന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച് പോയിക്കാരം. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നിടത്ത് കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊക്കെ നോക്കിയിട്ട് ഓൽക്ക് പന്ത് വാങ്ങാനുള്ള പൈസയെ അല്ലെങ്കിൽ ഓൽക്ക് ജ്യൂസ് വാങ്ങാനുള്ള പൈസയൊക്കെ എടുത്തു കൊടുക്കണതാണ് അല്ലേ? അതാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അതാണ് നേതാവ് അല്ലേ? വലിയ ആള് മാത്രല്ല, വലിയവരോടും ചെറിയവരോടും അല്ലേ, ധനികനോടും ദരിദ്രനോടും ദുർബലനോടും അല്ലാത്തവനോടും ഒക്കെ ഒരേപോലെ കാരുണ്യം ചെയ്യുന്നവനാണ് ആര്? യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത്. അതാണ് വത്തമാസം. അപ്പൊ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഈ രൂപത്തിലുള്ള കാരുണ്യം ഉണ്ടായിരിക്കണം. നോക്കൂ നിങ്ങള്, മർഹമത്ത് എന്നുള്ള പദം ഏതെന്നാണ് ഉടലെടുക്കേണ്ടത്? റഹിം എന്നുള്ള പദത്തിൽ നിന്നാണ് അല്ലേ? അതിന്റെ അസിൽ എന്താണ്? റഹിമ അല്ലേ? റഹിമ. എന്താ ഈ റഹിം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഉമ്മയുടെ ഗർഭപാത്രത്തിന് എന്താ പറയാ? റഹിം. ഇത്ര കാരുണ്യമുള്ള വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ആലോചിച്ച് നോക്കിങ്ങൾ, ഉണ്ടോ? ഒരു ഉമ്മ നമ്മൾ ശിശുവായിരിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ എത്ര കാരുണ്യത്തോടു കൂടിയാണോ നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്തത്, ആ രൂപത്തിൽ ഉള്ള ആ പദത്തിനാണ് എന്ത് പറയുന്നത്? റഹ്മത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമമായി നമ്മെ പഠിപ്പിക്കണ ഒരു ഇതെന്താ? റഹ്മാൻ, പിന്നെ അർ-റഹീം. എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ആ പദം പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം. സൂറത്ത് ഫാത്തിഹ ചുരുങ്ങിയത് 17 പ്രാവശ്യം നമ്മളത് ചെല്ലുന്നുണ്ട് അല്ലേ? അതിലിതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ പുറമേയും ആവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും അവിടെയൊക്കെ വരുന്നുണ്ട് ഈ റഹ്മാൻ റഹീം അല്ലേ? പരമകാരുണ്യം അള്ളാഹുവിൻ്റെ നാമമാണ്. അപ്പം ആ ഒരു സ്വഭാവം, കാരുണ്യം ചെയ്യുക എന്നുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം എന്നതാണ് വതവാസൗ ബിൽ മർഹമ എന്ന് പറഞ്ഞിടത്തുള്ള ഒരു ഇത്. അപ്പം സമൂഹം മുഴുവൻ ഒരു നദി നമ്മളെ കൂടെ അങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം എനിക്ക് മാത്രമാണ് ഉപകാരപ്പെടുക? ആണോ? അല്ല, നിങ്ങൾക്ക് മാത്രമാണ് ഉപകാരപ്പെടുക? എല്ലാവർക്കും ആ വെള്ളം കിട്ടും. ഇതേപോലെ മർഹമത്ത് എന്ന് പറയുന്ന ഒരു നദിയാണ്. എല്ലാവർക്കും അതിൻ്റെ ഉപകാരം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് എന്ത് അർത്ഥം പൂർത്തിയാവുള്ളൂ? വതവാസൗ ബിൽ മർഹമ എന്ന ആശയം സമൂഹത്തിൽ പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, പിന്നെ ആ ആശയം പൂർത്തിയാവില്ല. അല്ലെങ്കിൽ ഒരു വലിയ തണൽ വൃക്ഷം പോലെ. എന്താ ഈ തണൽ വൃക്ഷത്തിന്റെ പ്രത്യേകത? എനിക്ക് മാത്രം പിന്നെ ഇരിക്കാനുള്ള സ്ഥലമാണോ തണൽ വൃക്ഷം? അല്ല, എല്ലാവർക്കും ക്ഷീണം വരുമ്പോൾ പിന്നെ ചൂടിൽ തണൽ ലഭിക്കുന്ന സ്ഥലമാണ് തണൽ വൃക്ഷം. ഇതേപോലെയാണ് വതവാസൗ ബിൽ മർഹമ എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു വൃക്ഷം നമ്മൾ ആകണം ഈ റഹ്മത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. ഇനി നോക്കി നിങ്ങൾ, അള്ളാഹു തആല ഇവിടെ ഈ ആയത്ത് തുടങ്ങണെങ്ങനെ? സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബിരി വതവാസൗ ബിൽ മർഹം. 3 കാര്യം. 1 വിശ്വാസം, 2 ക്ഷമ, 3 മർഹമത്ത് കാരുണ്യം. ഇതിൻ്റെ ഇടക്കാണ് പടച്ചോൻ എന്ത് കൊണ്ടുവന്നത്? ക്ഷമ കൊണ്ടുവന്നത്. എന്തേന് കാരണം? കാരണം എന്താ? ക്ഷമല്ലാതെ യഥാർത്ഥ കാരുണ്യം സാധിക്കും. ശരിക്ക് ക്ഷമല്ലാതെ കരുണ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ഇസ്ലാം. ശരിക്ക് ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാരുണ്യം ചെയ്യാൻ പറ്റുള്ളൂ. ക്ഷമ ഇല്ലെങ്കിൽ കഴിയൂല. ഉദാഹരണം, ഞാൻ ഇപ്പം എൻ്റെ പോക്കറ്റിലെ പൈസ പിന്നെ ഒരാൾക്കട് കൊടുക്കണമെങ്കിൽ എന്തു വേണം? അപാര ക്ഷമ വേണം അല്ലേ? കരുണ ചെയ്യാനുള്ള മനസ്സ് മാത്രം പോരാ, ക്ഷമയും കൂടി വേണം. അപ്പോഴേ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ അങ്ങോട്ട് പൊങ്ങും
അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങള്, ഏത് കാരുണ്യ പ്രവർത്തനത്തിന്റെ പിന്നിലും എന്ത് വേണം? ക്ഷമ വേണം എന്നുള്ളതാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. അത് മാത്രല്ല, നിങ്ങളൊരു കാരുണ്യ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ എതിർക്കും, എല്ലാവരും നിങ്ങളെ അനുകൂലിക്കും. ഇല്ല, നിങ്ങളിപ്പോൾ ഒരു നാട്ടിൽ പോയിട്ട് കാരുണ്യ പ്രവർത്തനം നടത്തിയ ആ കാരുണ്യ പ്രവർത്തനം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം അത് കിട്ടാത്ത ആളുകൾ നിങ്ങളെ എതിർക്കും. അവിടെയും നിങ്ങൾക്ക് എന്തു വേണം? ക്ഷമ വേണം എന്നുള്ളതാ, അല്ലേ? അപ്പൊ എങ്ങനായാലും കൊടുക്കണമെങ്കിലും വേണം, ആ മറ്റുള്ള ആളുകളുടെ എതിർപ്പ് നിൽക്കണമെങ്കിലും എന്തു വേണം? ക്ഷമ വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തെറ്റുകളും മനുഷ്യന്റെ ദൗർബല്യങ്ങളും മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കണമെങ്കിൽ ഈ സബറില്ലാതെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാ. നോക്കൂ നിങ്ങൾ, ഒരു ഉദാഹരണം, ഒരു ഉമ്മ എന്തുകൊണ്ടാ കുട്ടീനെ സ്നേഹിക്കണത്? എന്തുകൊണ്ടാ? ആ കുട്ടിയിൽ നിന്ന് ഒരുപാട് പ്രയാസം ഉമ്മക്ക് കിട്ടണില്ലേ? ചിലപ്പോ ഉമ്മ സാരിയൊക്കെ മാറ്റിയിട്ടുണ്ടാവും, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോഴേക്കാരം ആ കുഞ്ഞ് ആ പുതിയ വസ്ത്രത്തിലേക്ക് കുളിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രക്കെട്ടയിലേക്ക് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യേണ്ടത്. ആലോചിച്ചു. എന്നിട്ടും ആ കുഞ്ഞിനോട് ഉമ്മക്ക് സ്നേഹല്ലേ? ഉണ്ട്, അല്ലേ? എങ്ങനെ ഈ സ്നേഹം കിട്ടണത്? ആ കുഞ്ഞ് മൂത്രിച്ചാലും അത് കാഷ്ടിച്ചാലും ആ ഉമ്മ എത്രമാത്രം ഉപദ്രവിച്ചാലും അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ആ ഉമ്മക്കുള്ളത് കൊണ്ടാണ് അതിന് സാധിക്കണത്, അതിനെ സ്നേഹിക്കാൻ സാധിക്കണം. അതിന് സ്നേഹമില്ലെങ്കിൽ ചവറ്റ് കൊണ്ടേക്കിടൂലേ, അല്ലേ? ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളിൽ ഒരുപാട് വഴക്കുകളും അതേപോലെ തന്നെ ഒരുപാട് എതിർപ്പുകളും ഒക്കെ നേരിടേണ്ടി വരും, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, അല്ലേ? പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണമെങ്കിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ സ്നേഹിക്കണം. അപ്പോഴേ അവിടെ ക്ഷമ കടന്നു വരുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ ഒരു സമൂഹം ഒന്നടങ്കം ജഹാലത്തിലാണ്. അങ്ങനെ ജഹാലത്തിലായൊരു സമൂഹത്തിന് ഒരു പ്രബോധകൻ പോയി അവന്റെ പ്രബോധന പ്രവർത്തനം നടത്തണമെങ്കിൽ, ആ ജഹാലത്ത് നിന്ന് അവരെ രക്ഷിക്കണമെങ്കിലും എന്തു വേണം? അപാരമായ ക്ഷമ വേണം. അപ്പം എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? ക്ഷമ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ആലോചിക്കുമ്പോൾ ഒരു മഴ, ക്ഷമ ഒരു മഴ പോലെയാണ്. മഴ എന്താണ്? കാരുണ്യം എന്ന് പറയുന്നത് ഒരു മഴ പോലെയാണ്. കാരുണ്യത്തിന്റെ പ്രത്യേകത എന്താ? മഴന്റെ പ്രത്യേകത എന്താ? മഴ വർഷിക്കുമ്പം ഇത് നല്ല ഭൂമിയാണോ ഇത് ചീത്ത ഭൂമിയാണോ നോക്കിയിട്ടാ മഴ വർഷിക്കണത്? അല്ല, ആണോ? ഒരിക്കലുമല്ല. മഴ ലഭിക്കുന്നത് നല്ല ഭൂമിക്കും പറ്റും, ചീത്ത ഭൂമിക്കും പറ്റും, അല്ലേ? കൃഷി ഉണ്ടാവണ ഭൂമിയിലും ഒരു കൃഷി ഇല്ലാത്ത തരിശു ഭൂമിയിലും മഴ ലഭിക്കും. അപ്പൊ ആ മഴ എല്ലാവർക്കും ലഭിക്കണത് ആളെ നോക്കിയിട്ടൊന്നുമല്ല. ഇതേപോലെ ആവണം കാരുണ്യ പ്രവർത്തനം. മർഹമ, കാരുണ്യ പ്രവർത്തനവും നമ്മൾ ആളെ നോക്കാതെ എന്ത് ചെയ്യണം? ആ മർഹമത്ത് ചെയ്യണം എന്നുള്ള. ദരിദ്രനെന്നോ അല്ലെങ്കിൽ ദുർബലനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ്യത ഉണ്ടെന്നോ അതൊന്നും നോക്കിയിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒന്ന് നോക്കി, നമ്മുടെയൊക്കെ ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു കത്തി പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ, ആ ഒരു വിരലിന് എന്തെങ്കിലും കത്തി അല്ലെങ്കിൽ ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഉറക്കൊയ്ക്കൂലേ? അതിനുവേണ്ടി അധ്വാനിക്കൂലേ, അല്ലേ? ഇതേപോലെയാണ് വത്തവാസൗ ബിൽ മർഹമ. സമൂഹത്തിൽ ഒരാൾക്കൊരു വ്യക്തി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരും നമ്മളോട് എന്ത് ചെയ്യണം? കാരുണ്യം കാണിക്കണം. അതാണ് അപ്പോൾ ഒരു ദരിദ്രൻ വിഷമിക്കുമ്പോൾ സമൂഹത്തിലെ മറ്റാളുകൾ അവനോട് കാരുണ്യം കാണിക്കണം. ഒരു രോഗി ബുദ്ധിമുട്ടുമ്പോൾ ആ രോഗത്തിന് ശിഫ നൽകാൻ സമൂഹം എന്ത് ചെയ്യണം? ഇത് കാണിക്കണം എന്നത് അത് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് വത്തവാസൗ ബിൽ മർഹമ എന്ന് പറഞ്ഞതിലുള്ള ഇത്. മഹാനായ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ പറ്റും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർഹമത്തിന്റെ എന്തായിരുന്നു? ഉത്തമ മാതൃകയായിരുന്നു എന്ന ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ അർസൽനാക എന്താണ് ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, അല്ലേ? നബിയെ താങ്കൾ അയച്ച തന്നെ ലോകർക്കുള്ള കാരുണ്യം റഹ്മത്തായിട്ടാണെന്നാണ്. അപ്പം മനുഷ്യരോട് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജീവികളോടും കുട്ടികളോടും ദുർബലരോടും ശത്രുക്കളോട് പോലും, അല്ലേ,
ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? കാരുണ്യമാണ് കാണിച്ചത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ തായിഫിലേക്ക് പോകുമ്പോൾ ആ തായിഫിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് ലഭിച്ചത് എന്താ? കല്ലേറാണ് അല്ലേ? ആ കല്ലേറിങ്ങനെ കിട്ടി തിരിച്ചു പോരുമ്പോൾ ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട് കാലിലൂടെയൊക്കെ. എന്നിട്ടും ആ പ്രവാചകൻ അവർക്കെതിരെ പ്രാർത്ഥിച്ചോ ഇല്ല, മറിച്ച് അവിടെ കാണിക്കുകയാണ് അല്ലേ? അള്ളാഹുവെ അവർക്ക് നീ മാർഗം കാണിച്ചു കൊടുക്കണമേ അല്ലേ? ഫത്ഹ് മക്ക, ഇസ്ലാമിന്റെ ആ ഖുറൈശികള് മുശ്രിക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും എത്ര പീഡനവും മർദ്ദനവുമാണ് അവരിൽ സഹിക്കേണ്ടി വന്നത്. പക്ഷേ അവരാരും ആ ഫത്ഹ് മക്കന്റെ അന്ന് അതിന് പറയാൻ പറ്റിയോ ഇല്ല. മറിച്ച് എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് എന്തില്ല, നിങ്ങൾ കുറ്റപ്പെടുത്തലില്ല, നിങ്ങളോടൊരു പകരം വീട്ടലുമില്ല, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കം ഫത്ഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് അല്ലേ? ശത്രുവിനോട് പോലും കാരുണ്യം കാണിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ കാരുണ്യത്തിന്റെ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം ആണ് എന്തിൽ നിന്ന്? സുമ്മ ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ എന്ന് പറഞ്ഞിടത്തുള്ള ഈ കാരുണ്യം, ഈ സമൂഹത്തിൽ ഒന്നടങ്കുള്ള ഈ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മതി അല്ലേ? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.